Hi viewers, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. Stay home and take care. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. സെൽഫായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കട്ട്, വൺ ലെങ്ത് കട്ട് അഥവാ സ്ട്രെയിറ്റ് കട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ സലൂൺസ് എല്ലാം ക്ലോസ് ആയ കാരണം ഇപ്പോൾ ഹെയർ ആയാലും ബ്യൂട്ടി ആയാലും വീട്ടിലിരുന്ന് ഇപ്പോൾ സലൂൺ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ തിങ്ക് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് അങ്ങനെ ആലോചിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വീഡിയോസാണ്. എല്ലാ എൻ്റെ വീഡിയോസും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസാണ്. അതുപോലെ ഈ ഹെയർ ടിപ്സും. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈ വൺ ലെങ്ത് കട്ട് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നോക്കിയിട്ട് ഇതേപോലെ ചെയ്തോളൂ. നമുക്ക് പെർഫെക്റ്റ് കട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്നത് ഹെയർ കട്ട് ചെയ്യാമെന്ന് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ആദ്യം വേണ്ടത് ടൈൽ കോമ്പാണ്. അല്ലെങ്കിൽ ഏത് കോമ്പായാലും കുഴപ്പമില്ല. പിന്നെ സിസേഴ്സ് വേണം. പിന്നെ റബ്ബർ ബാൻഡ് അറിയാലോ, പിന്നെ ടു റബ്ബർ ബാൻഡ്. ഒന്ന് സ്മോൾ ഇത്തിരി ഒന്നിത്തിരി ബിഗ് ആയാലും ഒന്ന് സ്മോൾ റബ്ബർ ബാൻഡ്. ഇത്രയാണ് വേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പം ഹെയർ ടൈപ്പ് ഉണ്ടാകും. തിക്ക് ഹെയർ, മീഡിയം ഹെയർ, തിൻ ഹെയർ, അങ്ങനെ എല്ലാവരുടെയും ഡിഫറെൻറ്റ് ഹെയർ ടൈപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏത് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സെൽഫായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാം ഹെയർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അത് ചെയ്യാൻ. ഓക്കെ, സെൽഫായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഇരുന്നത് ഞാൻ ഏപ്രിൽ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഹെയർ ഓക്കെ. പിന്നെ ആദ്യം ചെയ്യേണ്ടത് സെൻറ്റർ പാർട്ടിങ് എടുക്കണേ. നോക്കിയുള്ളൂ. യെസ്, നല്ലപോലെ കോംബ് ചെയ്യണം. പിന്നെ നല്ല ഭയങ്കര തിക്ക്, എക്സ്ട്രീം തിക്ക് അങ്ങനെയൊക്കെ അറിയാലോ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ചിലപ്പോൾ സ്ട്രൈറ്റിങ് ചെയ്താലും ഹെയർ ഒതുങ്ങുന്നില്ല. നിങ്ങൾ മുടി സ്പ്രേ ചെയ്യാം, വെറ്റ് ചെയ്തിട്ട് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ പിന്നെ സ്ട്രൈറ്റിങ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ എക്സ്ട്രീം ഹെയർ തിക്നെസ് ഉള്ളവർ ചില വാട്ടർ സ്പ്രേ ചെയ്തപ്പോൾ മുടിയെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതേ മെത്തേഡിൽ ചെയ്താലും കുഴപ്പമില്ല. സ്ട്രൈറ്റ് ചെയ്താലും നല്ലത് തന്നെ. അത്രയും ആദ്യം എന്ത് ചെയ്യണം, സെൻറ്റർ പാർട്ടിങ് എടുത്ത് എന്നിട്ട് മുടിനെ പിടിച്ച് പോണിറ്റൈൽ ചെയ്യുക ടൈറ്റായിട്ട്. നോക്കിയുള്ളൂ, വൺ റബ്ബർ ബാൻഡ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. പോണിറ്റൈൽ ചെയ്തു ടൈറ്റായിട്ട് ചെയ്യണേ. ഓക്കെ, ടൈറ്റായിട്ട് ചെയ്യണേ. ഇനി അടുത്തത് സ്മോൾ റബ്ബർ ബാൻഡ്. നിങ്ങൾക്ക് എത്ര കട്ട് ചെയ്യണം, ഇപ്പോൾ ഒരു 1/2 ഇഞ്ചാണോ 1 ഇഞ്ചാണോ അതിനനുസരിച്ചിട്ട് അതിന് മേലോട്ട് റബ്ബർ ബാൻഡ് ഇടണം. താഴെ കട്ട് ചെയ്യുകയാണെങ്കിൽ മേലോട്ട് ഇടണം. എനിക്കിപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ചേ കട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ നോക്കിയുള്ളത് എങ്ങനെയാണ് ഇടുന്നത്. അടുത്ത റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിനിങ്ങനെ തന്നെ താഴോട്ട് കൊണ്ടുവരാം. കണ്ടല്ലോ. താഴോട്ട് കൊണ്ടുവന്നല്ലേ. ഞാൻ പറഞ്ഞില്ല 1/2 ഇഞ്ചാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്കിൽ തന്നെ റബ്ബർ ബാൻഡ് ഇടണേ. എന്നിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് മുടിയാക്കാം. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പണി കുറച്ച് ഇങ്ങോട്ട് എത്ര നിങ്ങൾക്ക് കട്ട് ചെയ്യണം അതിനനുസരിച്ച്. എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയുള്ളൂ.
കട്ട് ചെയ്ത് 1/2 ഇഞ്ച് കട്ട് ചെയ്തു. എന്നിട്ട് വേണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിനെ ഒന്ന് തിന്നിങ് ചെയ്യുക. ഒന്നും ചെയ്താൽ മുടി സോഫ്റ്റ് ലുക്കായിരിക്കും. ഓക്കെ, കട്ട് ചെയ്തേ നോക്കിക്കോളൂ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാണിച്ചു തരാം ബാക്ക് സൈഡ്. നോക്കിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ കല്ലിടുന്നാൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഷേപ്പ് നിങ്ങളിങ്ങനെ ഇതേ മെത്തേഡിൽ കട്ട് ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നോക്കിക്കോളൂ ഈക്വൽ ലെവൽ. ഇവിടുന്ന് ഈ സെയിം സെൻറ്റർ പാർട്ടീഷൻ സെയിം ലെവൽ ബാക്കിലോട്ടും പാർട്ടീഷൻ എടുക്കാം. സെയിം ലെവലായിരിക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരേപോലെ ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, ഈക്വൽ ലെവൽ നോക്കിയാൽ. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി ഈക്വൽ ആണോ എന്നറിയാം. കണ്ടില്ലേ, പെർഫെക്റ്റ് ആണേ. കണ്ടില്ലേ, ഈക്വൽ ലെവൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽപ്പറ്റി ഡൗട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അത്ര തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷുവർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.